BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൈകളിലാണ് ഇന്ത്യയുടെ ഭരണം എന്നുള്ളതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന ധാരണയിലാണ് ഇപ്പോൾ BJP ഉള്ളത്. 400 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നുള്ള ലക്ഷ്യത്തിനായി വോട്ട് അട്ടിമറിക്കാനും അവർ ശ്രമിച്ചേക്കാം. വോട്ടിംഗ് മെഷീനിലെ തകരാറുകളും നാം കണ്ടതാണ്. പശ്ചിമ ബംഗാളിൽ വോട്ടിംഗ് മെഷീനുകളിൽ BJPയുടെ ടാഗ് കണ്ടെത്തിയെന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. രഘുനാഥ്പൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 5 വോട്ടിംഗ് മെഷീനുകളിലാണ് BJPയുടെ ടാഗ് കണ്ടെത്തിയത്. BJP എന്നെഴുതിയ ടാഗോട് കൂടിയ മെഷീനുകളുടെ ചിത്രം തൃണമൂൽ കോൺഗ്രസ് തന്നെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇനി ഇത് BJPയുടെയും തൃണമൂലിന്റെയും CPMനെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നതിനാണെന്ന് ആർക്കറിയാം. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അട്ടിമറികൾ BJPയും തൃണമൂലും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുണ്ട്. CPMനെ താഴെയിറക്കാനുള്ള എന്ത് വിദ്യയും ഇവർ കാണിക്കുമെന്നുള്ളത് ഉറപ്പാണ്. CPM ഉയർന്നു വരുമെന്നുള്ള ഭയം ഇവരെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ട് എന്നതാണ് യഥാർത്ഥമായ കാര്യം. മമതാ ബാനർജിയും നരേന്ദ്രമോദിയും അത്ര രസത്തിലല്ല എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ടെങ്കിലും ശരിക്കും വോട്ട് അട്ടിമറികൾ നടത്താനുള്ള കപട നാടകങ്ങളാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വോട്ട് അട്ടിമറിക്കാനായി ഇരുവരും കൈകോർക്കുകയാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. മമതാ ബാനർജി ആയതുകൊണ്ട് തന്നെ ഒന്നും പ്രവചിക്കാനും സാധിക്കില്ല. സംഭവത്തെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തണമെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും തൃണമൂൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് തൃണമൂലിന്റെ ഭാഗത്തു നിന്നും ഇത്തരം പരാതി ഉയർന്നിരിക്കുന്നത്. മുമ്പും തെരഞ്ഞെടുപ്പിൽ BJP കൃത്രിമം കാണിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചിരുന്നു. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും ആരോപിക്കുന്നത്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിലാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത്. ബംഗാളിലാണ് ഏറ്റവും ശക്തമായ പോളിംഗ് നടക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചു വരുമെന്ന്. CPMനെ താഴ്ത്തിക്കെട്ടാനുള്ള എന്തും തൃണമൂൽ BJP കൂട്ടുകെട്ട് ചെയ്യും. എന്നാലോ പരസ്പരം ഒന്നും അറിയാത്ത പോലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ബംഗാളിൽ നടക്കുന്നതും.